വൃദ്ധനും കടലും എന്ന പ്രഖ്യാത കൃതി എഴുതിയത് ഹെമിംഗ്വേ. ആധുനിക കന്നഡ ചെറുകഥയുടെ പിതാവെന്നറിയപ്പെടുന്നത് മാസ്റ്റി വെങ്കടേശ അയ്യങ്കാർ. കണ്ടത്തിൽ വർഗീസ് മാപ്പിള 1890 രൂപവത്കരിച്ച കവിസമാജം പിന്നീട് എന്തു പേരിലാണ് അറിയപ്പെട്ടത്? ഭാഷാപോഷിണി സഭ. ദേശീയ പ്രസ്ഥാനത്തിലെ ആവേശകരമായ ഗാനങ്ങളിലൊന്നായ ബംഗാർ ഗാൻ, അതായത് വിനാശത്തിന്റെ ഗാനം, എഴുതിയത് കാസി നസ്രുൽ ഇസ്ലാം. സ്റ്റാലിന്റെ ക്രൂരതയ്ക്കിരയായ ആദർശവാദിയായ റുബാഷോവിന്റെ കഥ പറയുന്ന നോവൽ നട്ടുച്ചയ്ക്കിരുട്ട്. 1961 കേരള സാഹിത്യ സമിതി ആരംഭിച്ചത്. എവിടെയായിരുന്നു ആസ്ഥാനം? കോഴിക്കോട്. ശശികല മലയാളത്തിലെ ഒരു പ്രമുഖ എഴുത്തുകാരന്റെ ആദ്യ നോവലാണ്. ആരുടെ? ഇ വി കൃഷ്ണപിള്ള. ദേവകിക്കുട്ടിയുടെ ഇറങ്ങിപ്പോക്ക് എന്ന പ്രശ്നത്തെ അധികരിച്ച് മലയാളത്തിലുണ്ടായ പ്രശസ്ത നാടകം കന്യക. യക്ഷഗാനത്തെ കുറിച്ചുണ്ടായ ആദ്യത്തെ സമഗ്ര പഠനമാണ് യക്ഷഗാന ബയലാട്ട. ആരാണ് കർത്താവ്? ശിവരാമകാരന്ത്. മാനവരാശിയുടെ ചരിത്രമായ ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എഴുതിയത് അദ്ദേഹം തന്റെ ആയുസിന്റെ പകുതിയും നീക്കിവെച്ചു. ആര്? വിൽ ഡ്യൂറന്റ്. ഫസ്റ്റ് ലവ് ആരുടെ കൃതിയാണ്? ഇവാൻ തുർഗ്യാനേവ്. തകഴിയുടെ ചെമ്മീൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അനിത നായർ. പട്ടാമ്പിക്കടുത്തുള്ള ഈങ്ങയൂരിൽ ജനിച്ച പ്രസിദ്ധ സംസ്കൃത പണ്ഡിതൻ പുന്നശ്ശേരി തമ്പി. തൂണീരം അർത്ഥമെന്ത്? ആവനാഴി.